നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജി കോഡ്സിലെ G00, G01, G02, G03 എന്നീ 4 കോഡ്സിനെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. നമ്മൾ ആ കോഡ്സിനെ പറ്റി പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. അതുപോലെ ഞാൻ അതിന് മുൻപായിട്ട് പറഞ്ഞിരുന്നു, അത് വെച്ച് നമ്മൾ എടുത്തിരുന്ന പോയിൻറ്റ്സിനെ എങ്ങനെയാണ് CNC മെഷീനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. വെറും പോയിന്റ്സ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ CNC മെഷീൻ മനസ്സിലാവില്ല. അത് G കോഡ്സ് M കോഡ്സ് ഒക്കെ ആക്കി മാറ്റിയാലേ അതിന് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അന്നേരം എടുത്തിരുന്ന ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഈ P1 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരുന്നത് x-50y0 ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്റ് എടുത്തിരുന്നത്. ഈ മെഷീനിൽ P1 x-50y0 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്താൽ മെഷീന് മനസ്സിലാവില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ മെഷീന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ പോയിന്റ് എടുക്കുക. ഈ പോയിന്റിനെ ഇങ്ങനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഈ പോയിന്റ് നമുക്ക് മെഷീന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് നോക്കുക, ഇങ്ങോട്ട് വരും. കട്ടിങ് മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് P1. അതായത് കട്ടിങ് മൂവ്മെൻറ്റ് വരുമ്പോൾ G01 ആദ്യം നമ്മൾ ആ കമാൻഡ് കൊടുത്തു. എന്താ? അതായത് കട്ടിങ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഏതാണ്? ലീനിയർ മൂവ്മെൻറ്റ്. റാപ്പിഡ് മൂവ്മെൻറ്റിന് ലീനിയർ മൂവ്മെൻറ്റ് കൊടുത്തു. അടുത്തത് നമ്മൾ ആക്സിസിൻ്റെ വാല്യൂകൾ കൊടുക്കുകയാണ്. ആക്സിസിൻ്റെ വാല്യൂസ്, അതായത് x-50 y0 F100. F100 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. F100 എന്ന് പറഞ്ഞാൽ ഫീഡ് റേറ്റ് 100. ഇപ്പോൾ നമ്മൾ വാല്യൂ മാത്രം കൊടുത്താൽ പോരാല്ലോ. ഇപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് വെക്കുന്നെങ്കിൽ അതനുസരിച്ച് കട്ടെടുക്കണമല്ലോ. ഏത് ഫീഡ് കട്ടെടുക്കണം? ഈ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mm/min അതിൻ്റെ നമ്മൾ പറയുന്നത്. ഇത്ര mm/min കട്ട് ചെയ്യും. അതായത് 100 mm/min ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റൊട്ടേഷനാണ് പറയുന്നത്. നമ്മുടെ സ്പിൻഡിലിൻ്റെ റൊട്ടേഷനാണ്. അതിനകത്തെ ടൂള് 100 mm/min റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ G01 എന്ന് പറഞ്ഞാൽ ലീനിയർ മൂവ്മെൻറ്റ്. G01 ലീനിയർ മൂവ്മെൻറ്റ്. x-50 y0 അത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസിൻ്റെ വാല്യൂ, അതായത് കോർഡിനേറ്റ്സ് എന്ന് പറയാം. XY കോർഡിനേറ്റ്സ് ആണിത്. F100 അത് ഫീഡ് റേറ്റ്. അതിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് mm/min. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു കുത്തും കോമയും ഇട്ടിട്ടുണ്ട്. വെറുതെ ഇട്ടതല്ല, മെഷീനിലും ഈ കുത്തും കോമ ഇടണം. കുത്തും കോമ എന്താണ് അതിന് പറയുന്നത്? മെഷീനിൽ നമ്മൾ നോക്കുക, ഇങ്ങനൊരു സ്വിച്ച് കാണാം, അല്ലെങ്കിൽ EOB എന്നൊരു സ്വിച്ച് കാണാം. EOB ഇത് കുത്തും കോമയും, അതായത് EOB എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ബ്ലോക്ക്. ഇതാണ് ഇതിൻ്റെ മീനിങ്. നോർമലി എല്ലാ മെഷീനിലും ഈ EOB എന്നായിരിക്കും കാണുന്നത്. നോർമൽ ചില മെഷീനിൽ മാത്രമേ ഉള്ളൂ ഈ കുത്തും കോമയുടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് വായിച്ച് നോക്കാം. G01 x-50 y0 F100 എൻഡ് ഓഫ് ബ്ലോക്ക്. പിന്നെ നമ്മൾ മെഷീനിൻ്റെ ഇൻസേർട്ട് വാല്യൂ ഒക്കെ ഉണ്ട്. ഇൻസേർട്ട് ചെയ്തിട്ട് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ വിടുക. അത് നമ്മൾ പോകേണ്ട, അത്ര ഡീപ്പായിട്ട് വരണ്ട. തൽക്കാലം G01 x-50 y0 F100 എൻഡ് ഓഫ് ബ്ലോക്ക് ഇത് നമ്മൾ മെഷീനിലേക്ക് കൊടുത്തെന്ന് വെച്ചു. അപ്പോൾ മെഷീൻ എന്ത് വിചാരിക്കും? G01 ലീനിയർ മൂവ്മെൻറ്റ്, അതായത് കട്ട് ചെയ്യാനുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ഫീഡ് അത് ശ്രദ്ധിക്കുക. അന്നേരം തന്നെ എന്താണ് വരുന്നത് അതനുസരിച്ച് കട്ടിങ്ങേ ഉള്ളൂ. x-50 y0 x-50 വരിക, y0 ആ പോയിന്റിലേക്ക് വരുന്നു. F100 കട്ട് ചെയ്യുന്നു. അപ്പോൾ മെഷീൻ അത് മനസ്സിലാവുന്നു. എൻഡ് ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. അപ്പോൾ മെഷീൻ മനസ്സിലാവുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രോഗ്രാമിൽ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമുക്കിതും ഈ ഒരു വർക്ക് പീസിൻ്റെ മൊത്തത്തിലുള്ള പോയിൻറ്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ ഒരു വർക്ക് പീസ് മൊത്തത്തിൽ നമുക്ക് എഴുതാം. G01 x-50 y0 F100 എൻഡ് ഓഫ് ബ്ലോക്ക് കൊടുത്തു.
ഇനി നമ്മൾ P2 പോകുന്നു. P2 സെക്കൻഡ് പോയിന്റ്. P2 പോകുമ്പോഴും ഇങ്ങോട്ട് വരുന്നതുണ്ടല്ലോ, ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ്? കട്ടിങ് എടുത്തുകൊണ്ടാണ് വരേണ്ടത്. അപ്പം ലീനിയർ മൂവ്മെൻറ്റ് G01 വരണം ഇവിടെ. കമാൻഡ് ശ്രദ്ധിക്കുക, G01 വരണം. G00 കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ വരും, ടൂള് ഹിറ്റായി ഉടയും. അപ്പം G01 x -50 y -30. അത് മനസ്സിലായി കാണുമല്ലോ. ഫീഡ് കൊടുക്കണ്ട, എൻഡ് ഓഫ് ബ്ലോക്ക് മാത്രം കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഫീഡ് കൊടുക്കേണ്ടത്? നമ്മൾ മേളിൽ ഫീഡ് കൊടുത്തിട്ടുണ്ടല്ലോ. മെഷീൻ ഒരു പ്രാവശ്യം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീഡിനനുസരിച്ച് അത് വർക്കാവത്തുള്ളൂ. ഇനി ഫീഡിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് ഫീഡ് മാറ്റി കൊടുത്താൽ മതി. അതുവരെ ഉള്ള എല്ലാം നമ്മൾ കൊടുക്കുന്ന വരികളെല്ലാം ആ ഒരു ഫീൽഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ വരെ വന്നു മെഷീൻ, നമ്മുടെ കട്ടർ ഇവിടെ വരെ വന്നു. ഇനി ഇങ്ങനെ തിരിക്കണം, ഇങ്ങോട്ട് തിരിക്കണം. അപ്പോൾ എന്താണ് ഇത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലല്ലോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. ക്ലോക്ക് വൈസ് ആയിരുന്നു നമുക്ക് G02 കൊടുക്കാമായിരുന്നു. ഇപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയ സ്ഥിതിക്ക് ഇവിടെ G03 നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പം കൊടുക്കുക G03. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തിരിക്കുക, ഒരു കാര്യം പറയാം. G02 G03 കൊടുത്തു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് റേഡിയസ് കൊടുക്കണം. കാരണം റേഡിയസ് ഉള്ളിടത്തല്ലേ നമുക്കിത് തിരിക്കാൻ പറ്റത്തുള്ളൂ. ടൂൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണ്ടേ. അപ്പം G02 G03 കൊടുക്കുന്ന ലൈനിൽ റേഡിയസ് കൊടുക്കാൻ ഓർക്കുക. അതൊരു നോട്ടായിട്ട് നമ്മൾക്ക് വെക്കാം, ഓർക്കണം. അപ്പോൾ നമ്മൾ റേഡിയസ് പിന്നാണ് കൊടുക്കുന്നത്, ഏറ്റവും അവസാനം കൊടുക്കുന്നത്. അപ്പോൾ G03 എക്സിൻ്റെ വാല്യൂ ഈ പോയിന്റ് വരുമ്പോൾ x -40 y -40 R10 end of block insert R10 റേഡിയസ് 10. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമുക്കിനി ഇങ്ങോട്ടാണ് പോകേണ്ടത്, കട്ടിങ് എടുത്താണ് പോകേണ്ടത്. അപ്പോൾ G01 കൊടുക്കണം. G01 എക്സിൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് സൈഡ് x 40 y -40 എൻഡ് ഓഫ് ബ്ലോക്ക് ഇൻസേർട്ട്. ഈ നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ റേഡിയസ് സ്റ്റാർട്ട് ആവുന്നിടത്തല്ല കൊടുക്കേണ്ടത്, എൻഡ് ആവുന്ന പോയിന്റിലാണ് റേഡിയസിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുക, ഇത് ആൻറ്റി ക്ലോക്ക് വൈസാ, കൗണ്ടർ ക്ലോക്ക് വൈസാ, ക്ലോക്ക് വൈസ് അല്ല. നമ്മുടെ ഈ ഡ്രോയിങ്ങിൽ നിർഭാഗ്യവശാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അഥവാ ഇങ്ങനെ കാണുവാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നത്. നമ്മളിപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ പറഞ്ഞു പോവുകയാണ്. അഥവാ ഇത് തിരിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ G02 കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ G03 തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ G03 x 50 y -30 R10. എന്തുകൊണ്ട് R10 കൊടുത്തത്? G03 വന്നു, R10 കൊടുക്കണം, മറക്കരുത്. ഇപ്പോൾ നമ്മൾ 5ാമത്തെ പോയിന്റിൽ എത്തിച്ചേർന്ന് ഇനി നമ്മൾ 6ാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ G01 തന്നെയാണ്. അറിയാമല്ലോ, കട്ടെടുത്ത് തന്നെ പോകണം. അപ്പോൾ അവിടെ G01 x 50 y 30 എൻഡ് ഓഫ് ബ്ലോക്ക്. ഇനി നമ്മൾ 7ാമത്തെ പോയിന്റ് പോകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ G03 കമാൻഡാണ് ഇവിടെയും വരുന്നത്. G03 x 40 y 40 R10. G03 വന്നു, R10 വന്നു. അത് നമ്മൾ ഓർക്കുക. ഇനിയിപ്പം നമുക്ക് കുറച്ച് എഴുതി വരുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ 8ാമത്തെ പൊസിഷനിലേക്കാണ്. ഇവിടെ G01 ആയിരിക്കും വരുന്നത്, ലീനിയർ മൂവ്മെൻറ്റ്. G01 x മൈനസ് സൈഡിൽ 40 y 40 എൻഡ് ഓഫ് ബ്ലോക്ക്. നമ്മൾ നമ്മുടെ 9th പോയിന്റിലേക്ക് വരുന്നു. G03 ആണേ, ഓർത്തോണേ, ഇവിടെ G03. ഈ കമാൻഡ്സ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് തന്നെ എടുത്തെന്ന് പറയും. G03 G01 കൂടെ വന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവത്തുള്ളൂ. വെറും G01 മാത്രം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെടുത്തത്. അപ്പം നിങ്ങൾ ആ G03 G01 പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്
കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ബേസിക്കാണ്. ഇത് മനസ്സിലായാലേ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി തന്നെ പോവുക. G03 x - 50 y 30 r 10. അടുത്ത നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതും G01 ആണ്. G01 x - 50 y 0. ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു പോയിന്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നത്. നമ്മൾ ഈ പോയിന്റ്സ് എടുത്തിട്ട് ഈ രീതിയിൽ ടൈപ്പ് ചെയ്ത് മെഷീന് കൊടുത്തു കഴിഞ്ഞാൽ അത് മെഷീന് മനസ്സിലാവും. നമുക്ക് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വെറൊരു ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഷീനും ഇത് മനസ്സിലാവും. പിന്നെ ഇതിന് മുൻപും താഴെയൊക്കെ ആയിട്ടുള്ള ധാരാളം കുറച്ച് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. അത് നമുക്ക് അതിനെക്കുറിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. അതായത് കുറച്ചുകൂടെ നമുക്ക് G കോഡ്സിനെ പറ്റി ആധികാരികമായിട്ട് പഠിക്കാം. ഒരു 3-4 കോഡ്സ് നമുക്ക് പഠിച്ചു പോകാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് G04 dwell time. നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കോഡായിരിക്കും ഈ G04. ഈ G04 ഞാൻ നോർമലി യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓപ്പറേഷൻസിലൊക്കെ ടൂള് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഡ്വെൽ ടൈം കൊടുത്തില്ലെങ്കിൽ ടൂള് ഉടയും. ഡ്വെൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂള് നമ്മളൊരു 10 സെക്കൻഡോ ഒരു 2 സെക്കൻഡോ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഈ G04 കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ടേൺ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒക്കെ സ്കിപ്പ് ആവുന്ന പോലെ ചിലപ്പോൾ ടൂള് ഉടയും. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയായിരിക്കും G04 യൂസ് ചെയ്തത്. ഡെൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെയിറ്റ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോവുക. ഡെൽ ടൈം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാം. അത് നമ്മൾ ഓട്ടോമാറ്റിക് പിന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. G04 എന്ന് പറഞ്ഞാൽ ഡെൽ ടൈം, അതായത് ഒരു വെയിറ്റിംഗ് ടൈം. അത്രയൊന്നും മനസ്സിലാക്കി വെക്കുക. ഇനിയും G07ഉം 8ഉം 5 ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെയോട്ടൊന്നും തൽക്കാലം പോകാതെ നമ്മൾ അടുത്തത് ബേസിക് ആയിട്ടുള്ളത് ആണ് ആദ്യം നോക്കുന്നത്. നമ്മൾ G20ഉം G21ഉം ആണ് ഇനി നോക്കാൻ പോകുന്നത്. G20, G21. G20 എന്ന് പറഞ്ഞാൽ ഇഞ്ചസ് മോഡ്. G21 എന്ന് പറഞ്ഞാൽ മെട്രിക് മോഡ്, അതായത് MM മോഡ്. ഇപ്പോൾ ചില കൺട്രീസിൽ ഇഞ്ചസ് മോഡിലുള്ള ഡ്രോയിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചില കൺട്രീസിൽ മെട്രിക്, അതായത് MM, ഇന്ത്യ പോലുള്ള കൺട്രികളിലൊക്കെ MM ഡ്രോയിങ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മെഷീനകത്ത് വാല്യൂ കൊടുക്കാൻ വേണ്ടി G20, G21. നമ്മുടെ ഇവിടെയുള്ള ഡ്രോയിങ്ങുകളിലെല്ലാം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് G21. നോർമലി യൂസ് ചെയ്യുന്നത് G21. G20 യൂസ് ചെയ്യുന്നതുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ഒരു ഡ്രോയിങ് ഇപ്പോൾ ഇഞ്ചസിലാണ് തന്നേക്കുന്നതെങ്കിൽ G20 കമാൻഡിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് മെട്രിക്കിലാണെങ്കിൽ G21. അല്ലാതെ ഇപ്പോൾ ഇഞ്ചസ് കിട്ടിയൊരു ഡ്രോയിങ് നമുക്ക് മെട്രിക്കിലോട്ട് മാറ്റി, അതായത് MM ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൊന്നും എഴുതി പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമില്ല. ഇഞ്ചസിലുള്ളത് ഇഞ്ചസിലും ചെയ്യാം, മെട്രിക്കിലുള്ളത് നമുക്ക് മെട്രിക്കിലും ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് G28. G28 എന്ന് പറഞ്ഞാൽ ആക്സിസ് റിട്ടേൺ ടു ഹോം പൊസിഷൻ. എന്താണ് ആക്സിസ് റിട്ടേൺ ടു ഹോം പൊസിഷൻ? ഈ G28 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് ഒരു 2 ഉദാഹരണങ്ങൾ, അതായത് നമ്മുടെ മെഷീൻ്റെ ബെഡ്, അതുപോലെ നമ്മുടെ മെഷീൻ്റെ ടൂള്, ഇതൊക്കെ ഹോം പൊസിഷന് കൊണ്ടുവരുന്ന കമാൻഡ്സ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാം കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളൊരു കമാൻഡാണ്, നമുക്കത് നോക്കാം. G28 X0 Y0. അപ്പം നമ്മുടെ ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഹോം പൊസിഷനിൽ വരും. നമ്മുടെ ജോബ് ഇരിക്കുന്ന ബെഡ് ഹോം പൊസിഷനിൽ വരും. അതുപോലെ തന്നെ G28 Z0 എന്ന് കൊടുത്താൽ നമ്മുടെ ടൂള് ഹോം പൊസിഷനിൽ വരും. അതായത്
00 ആ പൊസിഷനിൽ വരുന്നത്, അതാണ് ഹോം പൊസിഷൻ. G28 H0Y0, G28 Z0. H0Y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് ഹോം പൊസിഷൻ, Z0 എന്ന് പറഞ്ഞാൽ ടൂള് ഹോം പൊസിഷൻ. G28 എന്ന് പറഞ്ഞാൽ ആക്സിസ് റിട്ടേൺ ടു ஹோம் பொசிஷன். வணக்கம், என் பேர் பத்மநாபன். ஐ எம் த ஃபவுண்டர் ஆஃப் ஸ்ரீ விநாயகா CNC அண்ட் ரோபோட்டிக் டெக்னாலஜிஸ். பாஸ்ட் 15 இயர்ஸாக நாங்கள் இந்த இன்ஸ்டியூஷனை ரன் பண்ணிட்டு இருக்கோம். ஒருவேளை எங்ககிட்ட வந்து பார்த்தீங்க அப்படின்னா பர் இயருக்கு மோர் தென் 1000 பீப்புள்ஸை நாங்கள் ட்ரெயின் பண்ணுறோம். CNC ப்ரோக்ராமிங் நாங்கள் ட்ரெயின் பண்ணி டிஃப்ரெண்ட் MNC கம்பெனிஸ் ஓகே த்ரூ அவுட் இந்தியாவில் பார்த்தீங்க அப்படின்னா எங்கள் ஸ்டூடெண்ட்ஸ் வந்து பார்த்தீங்கன்னா நிறைய MNC கம்பெனிஸில் வெல் ஸ்கில்டு ப்ரோக்ராமராக இருக்காங்க. ஓகே, அண்ட் தென் இப்போ இந்த லெவலில் வந்து பார்த்தீங்க அப்படின்னா நாங்கள் என்னென்ன ட்ரைனிங் எடுக்கிறோம் பார்த்தீங்க அப்படின்னா CNC லேத் மிஷின்ஸ் அண்ட் மில்லிங் மிஷின்ஸ் ட்ரைனிங் எடுக்கிறோம். இதில் 3 லெவல் ட்ரைனிங் எடுக்கிறோம். என்னெல்லாம் 3 லெவல் ட்ரைனிங் அப்படின்னா ஃபர்ஸ்ட் லெவல் ஆப்ரேட்டிங் ட்ரைனிங். ஓகே, ஒரு ஆப்ரேட்டர் ஒரு மிஷின்ஸை வந்து பார்த்தீங்கன்னா எப்படி நம்ம ஆப்ரேட் பண்ணுறது அப்படின்றது. ஏன்னா நம்ம ஈஸியாக சொல்லலாம், சார் என்ன சார் ஆப்ரேட்டிங் தான் சார், என்ன சார் வைக்க போகிறோம் அவ்வளோதான். பட் மிஷின்ஸ்லாம் வந்து பார்த்தீங்க அப்படின்னா மோர் தென் 30 lakhs 35 lakhs வரைக்கும் இருக்கும் உங்கள் ஒரு மிஷினுடைய காஸ்ட். அந்த மிஷின்ஸை நம்ம எப்படி ஹேண்டில் பண்ணுறோம் அப்படின்றது தான் நமக்கு தெரியணும். ஃபர்ஸ்ட் எப்படி நம்ம ஒரு ஒர்க்கை வந்து பார்த்தீங்கன்னா ஒரு ஜாபை வந்து அதில் ஃபிக்ஸ் பண்ணுறோம், அதுக்கப்புறம் அது எப்படி நம்ம எடுக்கணும் அதை பற்றி அதை செக் பண்ணுறது எப்படின்றது ஃபர்ஸ்ட் லெவல் ஆப்ரேட்டர் ட்ரைனிங் கொடுக்குறோம். அண்ட் தென் செகண்ட் லெவல் செட்டர், எப்படி நம்ம அதில் ஒர்க் ஹோல்டிங் டிவைஸ், நம்ம இப்போ சப்போஸ் நீங்கள் லேத் மிஷின்ஸ் எடுத்தீங்க அப்படின்னா சக்கெல்லாம் இருக்கும், அந்த சக்கெல்லாம் நம்ம எப்படி ஃபிக்ஸ் பண்ணுறோம், அந்த சக்கை எப்படி நம்ம வந்து போரிங் பண்ணுறதை பற்றி சொல்லித்தரோம். அதுதான் வந்து செட்டிங். அண்ட் தென் தேர்ட் லெவல் ப்ரோக்ராமிங். இந்த ப்ரோக்ராமிங்கில் பார்த்தீங்கன்னா 2 லெவல் ப்ரோக்ராமிங் சொல்லித்தரோம். ஒன்று வந்து மேனுவல் ப்ரோக்ராமிங் அண்ட் தென் கேம்ப் ப்ரோக்ராமிங். மேனுவல் ப்ரோக்ராமிங் அப்படின்னா நம்மள மிஷின்ஸை மேனுவலாக டைப் பண்ணுறது இந்த மேனுவல் ப்ரோக்ராமிங் அப்படின்றது. நெக்ஸ்ட் லெவல் டிசைன் பண்ணிட்டு அந்த டிசைனை எப்படி நம்ம வந்து ப்ரோக்ராமிங்கை கன்வெர்ட் பண்ணுறது தான் கேம்ப் ப்ரோக்ராம், தட் இஸ் கம்ப்யூட்டர் எய்டட் மேனுஃபேக்சரிங் ப்ரோக்ராம். இந்த மாதிரி 2 லெவல் ட்ரைனிங் கொடுத்துட்டு இருக்கோம். ஆன்லைன் மிஷின் ப்ராக்டிக்கல். ஓகே, உங்களுக்கு தேவையான மிஷின் ப்ராக்டிக்கல் டைரக்டாக கம்பெனிஸ்க்கே கொண்டு போயிட்டு உங்களை மிஷின்ஸ்லேயே வந்து ப்ராக்டிக்கல் ட்ரைனிங் கொடுப்போம். அண்ட் தென் வில் பி கிவிங் பிளேஸ்மெண்ட். நீங்கள் ஒரு CNC ப்ரோக்ராமிங் படிக்கிறீங்க நம்ம கிட்ட அப்படின்னா நாங்களே வந்து பார்த்தீங்க அப்படின்னா உங்களுக்கு ஜாபும் அரேஞ்ச் பண்ணி தருவோம். அது மேக்ஸிமம் உங்கள் அக்கார்டிங் டு யுவர் ஸ்கில்ஸ், உங்கள் ஸ்கில்ஸ்க்கு ஏற்ற மாதிரி MNC கம்பெனி இது பண்ணுவோம், இல்லை வந்து இங்கே இருக்க மேக்ஸிமம் பிரைவேட் லிமிடெட் கம்பெனிஸும் நாங்கள் அரேஞ்ச் பண்ணி தரோம். ஓகே, அந்த எங்கள் கிட்ட வந்து பார்த்தீங்கன்னா ஹாஸ்டல் ஃபெசிலிட்டிஸும் இருக்குது. அவுட் ஸ்டேஷன் ஸ்டூடெண்ட்ஸ் வராங்க அப்படின்னா நாங்களே வந்து அகாமடேஷனும் கொடுத்து வில் பி கிவிங் ட்ரைனிங். இது இல்லாமல் வந்து பார்த்தீங்க அப்படின்னா நெக்ஸ்ட் லெவல் உங்களுக்கு நீங்கள் அப்ராட்லாம் போகணும் அப்படின்னா கூட நாங்கள் அதுக்கு கைடும் பண்ணிட்டு இருக்கோம். ஏன்னா எங்கள் ஸ்டூடெண்ட்ஸ் நிறைய பேர் வந்து பார்த்தீங்க அப்படின்னா இன்னைக்கு வந்து வெல் செட்டில்டு CNC ப்ரோக்ராமராக சிங்கப்பூர்லாம் ஒர்க் பண்ணிட்டு இருக்காங்க. ஸோ தட் உங்களுக்கு இந்த மாதிரி என்ன டீட்டெயில்ஸ் வேணும், CNC ப்ரோக்ராமிங்கை பற்றி உங்களுக்கு டீட்டெயில்ஸ் வேணும் அப்படின்னு நீங்கள் ஆன்லைனில் கூட நீங்கள் சப்போஸ் இல்லை சார் என்னால் நீங்கள் வர முடியாது, நான் எனக்கு வந்து ஆன்லைன்லேயே நான் அப்ராடில் இருக்கேன், நான் ஆன்லைன்லேயே படிக்கிறேன், நாங்கள் ஆன்லைனில் உங்களுக்கு வந்து கைட் பண்ணுறோம். உங்களுக்கு அது மாதிரி என்ன டீட்டெயில்ஸ் வேணும்னா கீழே இருக்கு பாருங்க எங்க நம்பர், அந்த நம்பருக்கு நீங்க கால் பண்ணுங்க, எங்க கவுன்சிலர் உங்களை கைட் பண்ணுவாங்க. ஓகே, தேங்க்யூ.